മാരാമൺ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്ഷണിച്ചിട്ടില്ലെന്ന് മാർത്തോമാ സഭ. കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്തയെപ്പറ്റി സതീശനോട് തന്നെ ചോദിക്കണമെന്നും മാർത്തോമാ സഭ അറിയിച്ചു. വിവരങ്ങളുമായി സുജു ചേരുകയാണ്. സുജു, വലിയ പ്രചരണമായിരുന്നു വി.ഡി. സതീശനെ ഈ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു എന്ന രീതിയിൽ നടന്നത്. ആ രീതിയിൽ മാധ്യമങ്ങളും അത് വലിയ പ്രചരണമായി ഏറ്റെടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വസ്തുതകൾ പുറത്തു വരികയാണ്. അത്തരത്തിലൊരു ക്ഷണമില്ല, അങ്ങനെ സഭയുടെ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നിപ്പോൾ സഭ ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെയും ഓഫീസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്ന് നടന്നത് വലിയ കള്ളപ്രചരണങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാർത്തോമാ സഭയെ സംബന്ധിച്ചോളം മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് അതിൻ്റെ സുവിശേഷ സംഘം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗ സംഘമാണ് മാരാമൺ കൺവെൻഷൻ നടത്തിപ്പിൻ്റെ ചുമതലയുള്ളത്. ഇന്നതിൻ്റെ ജനറൽ കൺവീനറായിരിക്കുന്ന എ.ബി.കെ. ജോഷുവ അച്ഛൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. സഭയ്ക്കോ സുവിശേഷ പ്രസ്ഥാനത്തിനോ ഇക്കാര്യത്തിൽ അറിവില്ല എന്നാണ് എ.ബി.കെ. ജോഷുവ അച്ഛൻ വിളിച്ചിരിക്കുന്നത്. മാത്രമല്ല, മാർത്തോമാ സഭ ഇതിൽ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടെന്നുള്ള കാര്യവും ഇതിൽ കൂടി വ്യക്തമാവുകയും ചെയ്യുകയാണ്. നേരത്തെ വി.ഡി. സതീശനും മാർത്തോമാ സഭയുടെ മാരാമൺ കൺവെൻഷനിൽ ക്ഷണം, അത് 129 വർഷത്തെ ചരിത്രത്തിൽ അത്തരത്തിൽ സംഭവങ്ങൾ വളരെ കുറവാണ് രാഷ്ട്രീയക്കാർ പങ്കെടുക്കുന്ന. അത്തരമൊരു ഘട്ടത്തിൽ വി.ഡി. സതീശനെ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു എന്ന തരത്തിലാണ് വലിയ പ്രാധാന്യത്തിലുള്ള വാർത്ത വന്നത്. പ്രത്യേകിച്ച് NSS പോലെ NSS, മുസ്ലിം ലീഗ്, SNDPയും ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ സതീശിന്റെ വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ മാരാമൺ കൺവെൻഷൻ ക്ഷണിച്ചു എന്ന തരത്തിൽ സതീശിന്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചത്. ആ വാർത്ത അവാസ്തവമാണെന്നുള്ള കാര്യം ഇപ്പോൾ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ വാർത്താ സമ്മേളനത്തോടെ വ്യക്തമായിരിക്കുകയാണോ മനു? ശരി, സുജു ടി ബാബു വിവരങ്ങൾ നൽകിയത്.